ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു മണിക്കൂർ കൊണ്ട് ലഞ്ച് തയ്യാറാക്കി എടുക്കാം. ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. 2 ബീട്രൂട്ട്, ഒരു വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണത്. ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ബീട്രൂട്ട് ഇടുക. ബീട്രൂട്ട് ഒന്ന് നല്ലപോലെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി പോവരുത്. അടച്ച് വെച്ച് വേവിക്കാം. തോരൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി തയ്യാറാക്കാം. ഒരു മൺചട്ടിയിലേക്ക് തക്കാളിയും 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കറിവേപ്പിലയും പച്ചമുളകും ഇടുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും. മുളകിന് അല്പം എരിവ് കുറവാണ്. വാളംപുളി പിഴിഞ്ഞ് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഇനി അത് ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കുക. ഇനി നമുക്കത് ഗ്യാസിൽ വെച്ച് പതിപ്പിച്ചെടുക്കാം. ബീട്രൂട്ടിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ടത്. അതും ഇട്ട് നല്ലപോലെ വഴറ്റി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. അത് മറന്നു പോയതാണ്. ബീട്രൂട്ട് തോരൻ റെഡി. ഇനി നമുക്ക് മീൻകറിയിലേക്ക് മീനിടാം. അയല മീനാണത്. അതൊന്ന് വെന്ത് കുറുകിയതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ലപോലെ ഇളക്കുക. മീൻ ഉടഞ്ഞു പോകരുത്. കറി തിളച്ചതിന് ശേഷം ഇനി നമുക്ക് കറി തൂമിക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക. ചെറിയുള്ളിയും ഇടുക. കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മീൻകറിയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വെജിറ്റബിൾ കറി വയ്ക്കാം. മുരിങ്ങ കൊണ്ടാണ് വെക്കുന്നത്. മുരിങ്ങയും ഒരു കഷ്ണം വെല്ലുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മാങ്ങ ഉണക്കിയതാണത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മുരിങ്ങ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിക്കുക. വെന്തൊന്ന് കുറുകി വന്നാൽ അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. മാങ്ങാ സമയത്ത് മാങ്ങ നല്ലപോലെ ഉണക്കി വെക്കുന്നതാണ്. ഇനി കറിവേപ്പില ഇട്ട് കറി കഴിക്കാം. ഇനി വെജിറ്റബിൾ കറി തൂമിക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് തൂമിച്ച് കറിയിലേക്ക് ഒഴിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.